രേണുക, മൂന്നാം ദിനം പ്രദർശനത്തിന് 67 ചിത്രങ്ങളാണുള്ളത്. എങ്ങനെയാണ് ഈ ചലച്ചിത്രമേള പുരോഗമിക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിന് പറഞ്ഞ പോലെ IFFKയുടെ മൂന്നാം ദിനത്തിൽ ഇന്ന് 67 ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. 13-14 വിഭാഗങ്ങളിലായിട്ടാണ്, തലങ്ങളിലായിട്ടാണ് ഓരോ സിനിമകൾ പ്രദർശിപ്പിക്കുന്നത്. അവ നോക്കുകയാണെങ്കിൽ ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ, വേൾഡ് സിനിമ, ഇന്ത്യൻ സിനിമ ടുഡേ, മലയാളം സിനിമ ടുഡേ, സിഗ്നേച്ചർ മോഷൻ, ലൈഫ് ടൈം അച്ചീവ്മെന്റ്, ഫെസ്റ്റിവൽ ഫേവറിറ്റീസ്, ലാറ്റിൻ അമേരിക്കൻ സിനിമകൾ, അതോടൊപ്പം തന്നെ ജൂറി ഫിലിം, ലൈഫ് ടൈം അച്ചീവ്മെന്റ് എന്നീ 13-14 തലങ്ങളിലുള്ള അല്ലെങ്കിൽ വിഭാഗങ്ങളിലുള്ള സിനിമകളാണ് ഇന്ന് പ്രദർശിപ്പിക്കുന്നത്. കൈരളി, ശ്രീനിള, ശ്രീ പത്മ, അതോടൊപ്പം തന്നെ ന്യൂ, ടാഗോർ എന്നീ പല 14 തിയേറ്ററുകളിലായിട്ടാണ് ഈ 67 ചിത്രങ്ങൾ രാവിലെ 9 മണി മുതൽ രാത്രി 8:30-9 വരെ പ്രദർശിപ്പിക്കുന്നത്. നിലവിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ടാഗോർ തിയേറ്ററിലാണ്. കൃത്യമായി 9 മണിക്ക് തന്നെ സിനിമ ഇവിടെ ആരംഭിക്കുന്നതാണ്. നിലവിലെ സാഹചര്യം നോക്കുകയാണെങ്കിൽ ഇവിടെ പ്രേക്ഷകർ അല്ലെങ്കിൽ എല്ലാവരും ചേരുന്നതേ ഉള്ളൂ. രാവിലത്തെ ക്ലീനിംഗ് പരിപാടി കാര്യങ്ങളുമായി മുന്നോട്ട് കൃത്യമായി 9 മണിയോടെ തന്നെ ഇവിടെ പ്രദർശനം ആരംഭിക്കുന്നതാണ്. ടാഗോർ ഓഡിറ്റോറിയത്തിൽ ഒരു 8:30 മുതൽ അല്ലെങ്കിൽ ഒരു 8:30 ആകുമ്പോൾ തന്നെ പ്രദർശനത്തിന് അല്ലെങ്കിൽ സിനിമ കാണാനായി ജനത്തിരക്കാണ് ഇവിടെ കാണാനുള്ളത്, പതിവായി കാണാനുള്ളത്. വേൾഡ് സിനിമ ടുഡേ വിഭാഗത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് 23 ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. പ്രധാനമായി ഹോങ്കോങ്ങിൽ നിന്നുള്ള ഒരു പ്രശസ്ത ചിത്രമായ ഓൾ ഷാൽ വി വെൽ എന്നൊരു സിനിമയും പ്രദർശിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പൂജ സാർ എന്നൊരു സിനിമയും ഇന്ന് പ്രദർശിപ്പിക്കുന്നുണ്ട്. വേൾഡ് സിനിമ ടുഡേയിൽ 23 ചിത്രങ്ങളാണ് ഇന്ന് മാത്രമേ പ്രദർശിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ 5 സിനിമകൾ ഇന്ന് പ്രേക്ഷകർക്ക് മുമ്പിലെത്തും. അണ്ടർഗ്രൗണ്ട് ഓറഞ്ച്, മെമ്മറീസ് ഓഫ് ബേണിംഗ് ബോഡി എന്ന പ്രശസ്ത ചിത്രം, മെമ്മറീസ് ഓഫ് ബേണിംഗ് ബോഡി എന്നൊരു ചിത്രത്തെ പറ്റി പ്രേക്ഷകർക്ക് ഏറെയും അറിയുന്ന ഒരു ചിത്രം തന്നെയാണ്. വളരെ വിശദമായ ഒരു പഠനം നടത്തിയ ഒരു ചിത്രം കൂടിയാണ് മെമ്മറീസ് ഓഫ് ബേണിംഗ് ബോഡി എന്ന ചിത്രം. അതോടൊപ്പം തന്നെ അണ്ടർഗ്രൗണ്ട് ഓറഞ്ച് എന്നീ ചിത്രങ്ങളും അന്താരാഷ്ട്ര സിനിമാ വിഭാഗത്തിൽ ഇന്ന് പ്രദർശിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് വിഭാഗത്തിലും ലാറ്റിൻ അമേരിക്കൻ തലത്തിലും ഇന്ന് ഓരോ ചിത്രങ്ങൾ വീതം പ്രദർശിപ്പിക്കുന്നുണ്ട്. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഇന്ന് മൂന്നാം ദിനത്തിൽ വ്യത്യസ്ത തലങ്ങളിൽ 67 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ. എടുത്തു പറയേണ്ട ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ജേതാവായ ആൻഹുയിന്റെ സാന്നിധ്യത്തിൽ സരസ്വതി നാഗരാജനും ആൻഹുയും നടത്തുന്ന ഒരു സംഭാഷണം ഇന്ന് 2:30 തന്നെ നിള തിയേറ്ററിൽ വെച്ച് സംഭാഷണം കാണാൻ പ്രേക്ഷകർ എത്തുന്നതാണ്. അതിന്റെ അനൗൺസ്മെന്റും കാര്യങ്ങളും ഒക്കെ ഇന്നലെ തന്നെ പുരോഗമിച്ചിരുന്നു. എല്ലാവരിലേക്കും ഈ ഒരു സംഭാഷണത്തിനെ പറ്റി എത്തിച്ചിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ അടിച്ചമർത്തലിനെതിരെയുള്ള ഒരു വീട്ടമ്മയുടെ അടിച്ചമർത്തലിനെതിരെയുള്ള ഒരു കഥയായി ഫെമിനിറ്റി ഫാത്തിമ എന്നൊരു സിനിമ ഇന്ന് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തും. ഇന്നലെ തന്നെ നമ്മൾ പ്രേക്ഷകരുടെ പ്രതികരണം കേട്ടിരുന്നു. ഏവരും പറഞ്ഞൊരു കാര്യമാണ്, ആ ഫെമിനിറ്റി ഫാത്തിമ എന്ന് പറഞ്ഞ സിനിമ ഏവരും കാണാൻ കാത്തിരുന്ന ഒരു സിനിമ കൂടിയാണ് ആ ഫെമിനിറ്റി ഫാത്തിമ എന്ന് പറയുന്ന സിനിമ. ഏതൊരു സ്ത്രീയുടെയും അല്ലെങ്കിൽ ഓരോ വീട്ടമ്മമാരുടെയും അല്ലെങ്കിൽ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന, എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സിനിമ കൂടിയാണ്. എല്ലാവരിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു സിനിമ കൂടിയാണ് ആ ഫെമിനിറ്റി ഫാത്തിമ എന്ന് പറയുന്ന പോലെ. സിനിമയുടെ ടൈറ്റിൽ പോലെ തന്നെയാണ് സിനിമയുടെ ബാക്കി ഉടനീളമുള്ള കാര്യങ്ങളും എന്ന് വേണം മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് മലയാള സിനിമ മുതിർന്ന നടിമാരെ ആദരിക്കുന്ന ഒരു തിരശ്ശീലയിൽ തിളങ്ങി നിന്ന മുതിർന്ന നടിമാരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടിയായ മറക്കില്ല ഒരിക്കലും എന്നൊരു ചടങ്ങ് ഇന്ന് വൈകിട്ട് 4 മണിയോട് തന്നെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. മറക്കില്ല ഒരിക്കലും ഓരോരോ ദിവസങ്ങളിൽ ഓരോ വൈവിധ്യപരമായിട്ടുള്ള ആശയങ്ങളാണ് IFFKയിൽ ഉണ്ടാകുന്നത്. ഇന്നലെ നോക്കുകയാണെങ്കിൽ ഒരു ഡിജിറ്റൽ ആർട്ട് ശാല ഇന്നലെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോരോ ദിവസം വ്യത്യസ്തമായി എന്തൊക്കെ IFFKയിൽ കൊണ്ടുവരാൻ അതെല്ലാം തന്നെ IFFK അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായും വളരെ ഒരു വിജയിച്ച അല്ലെങ്കിൽ ഒരു വൻ വിജയം എന്ന രീതിയിൽ തന്നെയാണ് 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. മൂന്നാം ദിനത്തിലും പ്രേക്ഷകരുടെ എണ്ണത്തിൽ യാതൊരു കുറവുമില്ല. ഒന്നാം ദിനം നമ്മൾ ശ്രദ്ധിച്ചതുപോലെ തന്നെയാണ് മൂന്നാം ദിനത്തിലും പ്രേക്ഷകർ വളരെ ആവേശത്തോടെ തന്നെയാണ് IFFKയിൽ എത്തുന്നത്. ഓരോ ദിവസവും വൈവിധ്യപൂർണ്ണമായ, പ്രത്യേകിച്ചും ഇത്തവണത്തെ IFFK നോക്കുകയാണെങ്കിൽ പെൺനോട്ടങ്ങൾക്ക്, സിനിമയിലുള്ള പെൺനോട്ടങ്ങൾക്ക് ഏറെ മുൻതൂക്കം നൽകിക്കൊണ്ട്
ഒന്നിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ IFFK ഉള്ളത്. പ്രധാനമായി 4 വനിതാ സംവിധായകരാണ് ഇപ്പോൾ ഈ IFFKയിൽ ഉണ്ടാകുന്നത്. ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ 1994 മുതൽ നോക്കുകയാണെങ്കിൽ ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ ആദ്യമായാണ് IFFKയിൽ 4 വനിതാ സംവിധായകർ ഒരുമിച്ചെത്തുന്ന ഒരു വേദി, അല്ലെങ്കിൽ 4 വനിതാ സംവിധായകരുടെ സിനിമകൾ എത്തുന്നത്. ഇന്നലെ നോക്കുകയാണെങ്കിൽ അപ്പുറം എന്ന സിനിമയുടെ ഇന്ദുലക്ഷ്മി സംവിധാനം ചെയ്ത അപ്പുറം എന്ന സിനിമയും എത്തിയിരുന്നു. ശിവരഞ്ജിനിയുടെ സിനിമ എത്തിയിരുന്നു. വനിതാ സംവിധായകർക്ക് ഏറെ പ്രോത്സാഹനം നൽകുന്ന ഒരു ചടങ്ങ് കൂടിയാണ്. ഇന്നലെയായിരുന്നു, 2ാം ദിനത്തിലായിരുന്നു ആദ്യമായൊരു ഓപ്പൺ ഫോറം നടന്നത്. അതോടൊപ്പം തന്നെ ചടങ്ങിലെ മീറ്റ് ദ ഡയറക്ടേഴ്സ് ഫെസ്റ്റിവലും ഇന്നലെയാണ് ഒരുക്കിയിരുന്നത്. അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ എന്നും ഉച്ച സമയങ്ങളിൽ ഒരു 11 മണിയോടെ തന്നെ മീറ്റ് ദ ഡയറക്ടർ പരിപാടി സംഘടിപ്പിക്കുകയുമുണ്ട്. അതോടൊപ്പം തന്നെ വൈകുന്നേരങ്ങളിൽ 5 മണി 6 മണി സമയവേളകളിൽ ഉറപ്പായും ഓപ്പൺ ഫോറം എന്നൊരു ഫെസ്റ്റും കൂടെ സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിലൂടെ വരിക്കുന്ന പ്രേക്ഷകർക്കും ഡയറക്ടേഴ്സും ഉൾപ്പെടെയുള്ളവർക്ക് സംഭാഷണം നടത്താനും ആശയവിനിമയം നടത്താനും പരസ്പരം ഒന്ന് സംവാദിക്കാനും പറ്റുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരിക്കുന്നത്. വളരെ ശാന്തമായ രീതിയിലാണ് നിലവിലെ സാഹചര്യങ്ങൾ പോകുന്നത്. ആതിര. ശരി, രേണുകയാണ് വിവരങ്ങൾ നൽകിയത്.